ഹേ ടീം, നമ്മൾ നേരത്തെ ഫോർ ലൂപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഫോർ ലൂപ്പ് കൊടുക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു, രണ്ടാമത്തെ പാർട്ടിൽ കണ്ടീഷൻ, മൂന്നാമത്തത് വാല്യൂ ചേഞ്ച് ചെയ്യുന്നു അല്ലേ? ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇനീഷ്യലി പിന്നെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും, അത് ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും സി ആണെങ്കിലും C++ ആണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇനീഷ്യൽ മുതൽ തന്നെ ഉള്ള ഒരു ലൂപ്പിംഗ് ആണ് ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മിക്കവാറും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള സിൻടാക്സും ഏകദേശം ഇതേപോലെ തന്നെയാണ്. ഓക്കെ, അതിനുശേഷം പുതിയതായിട്ട് വന്നിട്ടുള്ള രണ്ട് ഫോർ ലൂപ്പിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പം എനിക്ക് ഇതുപോലത്തെ ഒരു അറേ ആണെങ്കിൽ എനിക്ക് ഇതിൽ നിന്നുള്ള ഓരോ വാല്യൂസ് എടുക്കണമെങ്കിൽ, നേരത്തെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാണ്, ഇതിൻ്റെ ലെങ്ത്ത് നോക്കി ലെങ്ത്തിനേക്കാളും കുറവാണോ എന്നുള്ള കണ്ടീഷൻസ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എക്സ്പെൻസസ് ആണല്ലോ, ഫോർ ഈ ഓഫ് എക്സ്പെൻസസ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. വേരിയബിൾ നെയിം കൊടുക്കുക, എന്നിട്ട് ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ അരേൻ്റെ പേര്, ഈ അരേ ഏതാണോ അരേൻ്റെ നെയിം അവിടെ കൊടുക്കുക. പിന്നെ ഇതിലുള്ളത് ഫസ്റ്റ് ഒരു വേരിയബിളിന് ഡിക്ലെയർ ചെയ്യുന്നു, പിന്നെ ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടാണ് അരേൻ്റെ നെയിം കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഓരോരോ എലമെൻ്റായിട്ട് ആദ്യത്തെ എലമെൻറ്റിനെ ഫസ്റ്റ് എടുക്കും, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വരും. എന്നിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് പോയിട്ട് രണ്ടാമത്തെ എലമെൻറ്റിനെ ഇതിലേക്ക് അസൈൻ ചെയ്യും, ഈ വേരിയബിൾക്ക് അസൈൻ ചെയ്യും. പിന്നെ ഉള്ളിലോട്ട് വരും, പിന്നെയും ഇവിടെ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. എന്നിട്ടും അടുത്ത എലമെൻറ്റിനെ ഈ 800 എന്നുള്ള വാല്യൂവിനെ അസൈൻ ചെയ്യും. എന്നിട്ട് ഇവിടെ വന്ന് തിരിച്ചിതേപോലെ വന്ന് ഇതിൻ്റെ വാല്യൂ തീരുന്നത് വരെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്യും. നമ്മളായിട്ട് അതിൻ്റെ ലെങ്ത്ത് എടുത്ത് ഇത്ര ലെങ്ത്ത് ആകുന്നത് വരെ ചെയ്യണമെന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ ചെയ്ത ആ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സം ഈക്വൽ ടു 0, സം ഈക്വൽ ടു സം പ്ലസ് ഇ എന്ന് പറയുന്ന വേരിയബിൾക്കാണല്ലോ വാല്യൂസിന് അസൈൻ ചെയ്യുന്നത്. എന്നിട്ട് ഫൈനലി console.log ഓഫ് സം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. കൺസോൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ബ്രേക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഓരോന്നിൻ്റെ മേലെ സ്റ്റെപ്പ് ഓവർ ചെയ്യാണ്. സം 0 ആണ്. ഇപ്പോൾ എക്സ്പെൻസസ് എന്നുള്ള അരേൻ്റെ അതിൽ നിന്ന് പോയി ആദ്യത്തെ എലമെൻറ്റിനെ അസൈൻ ചെയ്തു. ആദ്യത്തെ എലമെൻറ്റാണ് അസൈൻ ചെയ്യുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കർസർ വെച്ച് നോക്കി അറിയാൻ പറ്റും. ആദ്യത്തെ 100 എന്ന് പറയുന്ന വാല്യൂ ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. വീണ്ടും സ്റ്റെപ്പ് ഓവർ ചെയ്യുന്നു, സം കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ സമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. ഇപ്പോൾ ഇതിൽ രണ്ടാമത്തെ വാല്യൂവിനെ അസൈൻ ചെയ്തിട്ടുണ്ടാവും. 500 എന്നുള്ള അസൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അസൈൻ ചെയ്യുന്നു. ലാസ്റ്റ് വാല്യൂ വരെയുള്ളത് അസൈൻ ചെയ്തു, സം കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ഫോർ ഓഫ് എന്നാണ് ഇതിന് പറയാം. ഫോറും ഓഫ് എന്ന് പറയുന്ന ഒരു കീവേഡും കൂടെ വെച്ചിട്ടുള്ളതാണ് ഫോർ ഓഫ്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്യുന്നത് ഒരു നമ്പർ അറേ മാത്രമല്ല, എന്ത് ടൈപ്പ് ഓഫ് അറേ ആണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അറേയാണ്. ഓക്കെ, ഇത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഫോർ എസ് ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോരോ ഇതിൻ്റെ ഈ അരയിലുള്ള ഓരോരോ ഒബ്ജക്റ്റായിട്ട് ഈ ഒരു വേരിയബിൾ നമുക്ക് അസൈൻ ചെയ്ത് തരും.
നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓരോരോ സ്റ്റുഡൻ്റായിട്ട് നമുക്ക് ഓരോരോ ലൈനായിട്ട് ഇതിനെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് അറേക്കും ആണെങ്കിലും നമുക്ക് ഇതേപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ഫോർ ഓഫ്. ഇനി എനിക്കൊരു സിംഗിൾ സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. ഒരു ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് 3 പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്: ഐ ഡി, നെയിം, പ്ലേസ്. അല്ല, എനിക്കിനി ഒരു ഒബ്ജക്റ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയിലൂടെയും 1 by 1 ആയിട്ട് എനിക്ക് കിട്ടണം. ആദ്യം ഐ ഡിൻ്റെ വാല്യൂ കിട്ടണം, പിന്നെ നെയിമിൻ്റെ വാല്യൂ കിട്ടണം, പിന്നെ പ്ലേസിൻ്റെ വാല്യൂ കിട്ടണം. അങ്ങനെ എനിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനാണ് ഫോർ ഇൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ നോക്കിയത് ഫോർ ഓഫ് ആണ്. ഇവിടെ ഫോർ ഇൻ എന്ന് പറയുന്ന വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടി 1 by 1 ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഐ ഡി, നെയിം, പ്ലേസ്, ഇങ്ങനെ ഓരോരോ പ്രോപ്പർട്ടി നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനുള്ളിലുള്ള പ്രോപ്പർട്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫോർ ഇൻ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഒരു അരേൻ്റെ ഉള്ളിലുള്ള വാല്യൂസിനെ ഒരു അരേൻ്റെ ഉള്ളിൽ നിന്നുള്ള വാല്യൂസിനെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ ഓഫ് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഫോർ കണ്ടീഷൻ വെച്ചിട്ടുള്ള ഫോറും അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഫോർ ഇന്നിൻ്റെ പ്രത്യേകത, ഇവിടെ നമുക്ക് കിട്ടുന്ന ശരിക്കും പ്രോപ്പർട്ടിൻ്റെ കീ ആണ്. ഈ പ്രോപ്പർട്ടിയിലുള്ള ഇതൊക്കെയാണ് കീ. ഐ ഡി, നെയിം, പ്ലേസ് എല്ലാം കീ. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നില്ല. നമുക്കങ്ങനെ കീയോ വാല്യൂ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കീ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിൻ്റെ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ഒബ്ജക്റ്റിൻ്റെ നെയിം, എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ കീ ഏതാണോ ആ കീ ഐ ഡി എന്നുള്ളത്, അങ്ങനെ ഐ ഡി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഡിൻ്റെ വാല്യൂ കിട്ടും. നെയിം കൊടുത്തു കഴിഞ്ഞാൽ നെയിമിൻ്റെ വാല്യൂ കിട്ടും. പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേസിൻ്റെ വാല്യൂ കിട്ടും. ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. അത് ആദ്യം നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് എന്നിട്ട് ഐ ഡി കൊടുക്കാം. ഇനിയിപ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഐ ഡി 1 എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഈ ഐ ഡി എന്നുള്ളതിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച് അതിനുള്ള പ്രോപ്പർട്ടി നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിൻ്റെ വാല്യൂ നമുക്ക് തിരിച്ചു തരും. അപ്പോൾ അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നും എടുക്കാൻ പറ്റും വാല്യൂവിനെ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഐ ഡി ഏതാണെന്നുള്ളത് ഈ കീ എന്ന് പറയുന്ന വേരിയബിളിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ കീ പാസ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി ഒരു ലൈൻ തന്നെ ഞാൻ കൊടുക്കാം. ഇവിടെ എനിക്ക് നോക്കാൻ ഐ ഡി 1, നെയിം ജാഫർ, പ്ലേസ് കണ്ണൂർ, ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ. ഇവിടെ നമ്മൾ ഫോർ ലൂപ്പിൻ്റെ തന്നെ ഒന്ന് നോർമലായിട്ടുള്ള ഫോറ് ഇങ്ങനെ കണ്ടീഷനും ഇനീഷ്യലൈസേഷനും കണ്ടീഷനും അതേപോലെ വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ളതും കൂടെ ഉള്ള ആ ഒരു നോർമൽ ഫോർ ലൂപ്പ്. അത് കൂടാതെ ഫോർ ഓഫും ഫോർ ഇന്നും. ഫോർ ഇൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസിലൂടെ ലൂപ്പ് ചെയ്യാനാണ്. ഫോർ ഓഫ് എന്ന് പറഞ്ഞാൽ അറേൻ്റെ ഉള്ളിലൂടെ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസാണ് ഈ ഫോർ ഓഫും ഫോർ ഇൻ എന്നെല്ലാം പറയുന്നത്.